വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം രസ്ന. അപ്പോൾ ഞാനിന്ന് ഒരു കിടുക്കാച്ചി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഒരുപാട് മാറ്റങ്ങൾ നമ്മളെ ഗാർഡനിൽ മാറ്റിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഒരു ട്രീ ഹൗസ് ഉണ്ടാക്കുന്നുണ്ട്, ഹട്ട് പോലെ. അതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല, അപ്പോൾ പണിയുടെ തിരക്കിലായിരുന്നു. അപ്പോൾ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അല്ലേ. അപ്പോൾ നിങ്ങളതിനെ മറന്നിട്ടൊന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ക്രിയേറ്റിവിറ്റീസൊക്കെ നമ്മളെ ഗാർഡനിൽ കൊണ്ടുവന്നുണ്ട്. എൻ്റേതായ ചെറിയ ചെറിയ ഐഡിയകളാട്ടോ, വലിയതൊന്നും അല്ല. എന്നാലും ഒരുപാട് ആഗ്രഹമായിരുന്നു എനിക്ക് ട്രീ ഹൗസ് ഉണ്ടാക്കണം എന്നുള്ളത്. കുറേ മുന്നുള്ള ആഗ്രഹമാണ്. ഇപ്പോഴാണ് നടന്നത്. നമ്മളവിടെ പോളി ഹൗസ് ഉണ്ടായിരുന്ന കാരണം നമുക്ക് സ്ഥലപരിമിതി ഉണ്ടായിരുന്നു. ഇപ്പോൾ പോളി ഹൗസ് അഴിച്ചു മാറ്റി, എന്നിട്ടാണ് നമ്മളിപ്പോൾ ട്രീ ഹൗസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റിൻ്റെ പേരാണ് റിപ്സാലിപ്സ് പ്ലാന്റ്, റെഡ് റിപ്സാലിപ്സ് പ്ലാന്റ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ പ്ലാന്റിൻ്റെ പേരെന്താണ്. അപ്പോൾ നമ്മൾ സെയിലൊക്കെ ചെയ്തിരുന്നു, ഇപ്പം ഇല്ല കയ്യിൽ കേട്ടോ. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു സെറ്റിങ്സിൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടായി നിൽക്കുന്ന ഒരു കാഴ്ചയാണിത്. അപ്പോൾ ഇപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞിരിക്കുകയാണ്, ഓൾമോസ്റ്റ് എല്ലാം കൊഴിഞ്ഞ് ആദ്യം ഉണ്ടാവുന്ന ഒരു ഇതിലായിട്ട് വന്നിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാം, ആദ്യത്തെ ഒരു ബാച്ച് കഴിഞ്ഞ് രണ്ടാമത്തെ ബാച്ച് കഴിഞ്ഞും അങ്ങനെയാണ് നമ്മൾ ബോഗെയിൻവില്ല ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളെ ഹട്ടിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞിട്ട് ഫുള്ള് അതിൻ്റെ അവിടെയൊക്കെ നിറയെ ബാമ്പൊക്കെ വരും. അതൊക്കെ വന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്ത ഭാഗങ്ങളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ അറേഞ്ച്മെൻറ്റ്സ് ഫുള്ളായിട്ട് മാറിക്കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഹൈബ്രിഡ് ബോഗെയിൻവില്ലയും ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ പുതിയ ഫയർ ഓപ്പൽ റെഡ് ഇല്ലേ, അതാണ് ഫ്ലൈം ഓപ്പാൽ എന്നും പറയുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കളറാണ്, കണ്ട ഡാർക്ക് കളറാണ്, നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ്. അതുപോലെ നമ്മുടെ കുറേയൊക്കെ ഫ്ലവേഴ്സൊക്കെ കൊഴിഞ്ഞു തുടങ്ങി, കണ്ടില്ലേ. ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, എല്ലാം കൊഴിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ തന്നെ ആയിരിക്കും, ഫ്ലവേഴ്സൊക്കെ കൊഴിഞ്ഞിരിക്കുകയായിരിക്കും. എൻ്റെ ഇടയിൽ നന്നായിട്ട് മഴ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എൻ്റെ ഫ്ലവറൊന്നും ഇല്ലാത്തത്. അപ്പോൾ എൻ്റേത് കണ്ടില്ലേ, ഇപ്പോൾ നിറയെ എല്ലാം ഫ്ലവേഴ്സ് കൊഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തതാണ് ഈ ഏരിയ എന്ന് പറയുന്നത്. കുറച്ച് പെബിൾസൊക്കെ ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഗ്രാസും പെബിൾസും ഒക്കെ വെച്ചിട്ടുള്ള സെറ്റിങ്സ്. ഇത് നമ്മളെ പുതിയൊരു അതിഥിയാണ് കേട്ടോ, മോയിലൻകുട്ടൻ. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്, ചെവിയൊക്കെ നല്ല ചുവപ്പ് കളറായിട്ട്. അപ്പോൾ ഗ്രാസ് ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുക കേട്ടോ, തിന്നണ പോലെ ആയിട്ട്. ഇത് വെച്ചുള്ളത് ഒരു വഞ്ചി ഷേപ്പിലുള്ള ഒരു ഇതിലാണ്, പോട്ടിലാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ നമ്മുടെ കൊക്ക്, ഇത് രണ്ടും പുതിയതാണ്, നമുക്ക് പുതിയത് വാങ്ങിച്ചതാണ്. ഇത് നമ്മളൊരു ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന പോലെ കണ്ടില്ല ബബിൾസ് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് പണ്ടത്തെ പോട്ട്സ്, നമ്മൾ ആദ്യത്തെ ഗാർഡനിലുണ്ടായിരുന്ന ആ പോട്ട് തന്നെയാണ് കേട്ടത്. അത് ഞാൻ ഒന്നും കൂടി ഒന്ന് പോളിഷ് ചെയ്തു. പിന്നെ ഇവിടെ ഓർക്കിഡിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. ഓർക്കിഡൊക്കെ ഫ്ലവേഴ്സ് ഓൾമോസ്റ്റ് കൊഴിഞ്ഞു തുടങ്ങി, ഒരുപാടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയാം. ഞാൻ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഇതിൽ സെറ്റാക്കാം കേട്ടോ. പിന്നെ ഇത് കാക്ടസ് നല്ല ബുഷിയായിട്ട് നിൽക്കുന്നതാണ്. ഇതിപ്പോൾ ചെറിയ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊഴിഞ്ഞു പോയിട്ടാ. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ്. നല്ല ഇതിനിപ്പോൾ നമുക്ക് ഹട്ടൊക്കെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കഴിഞ്ഞതിന് ശേഷം വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇനി നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ തന്നെ മറന്നു പോകണ്ടെന്ന് വെച്ചിട്ടൊന്ന് വിട്ടതാണ്. ഇത് നമ്മളുടെ മിസ് വേൾഡാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളൂ. എല്ലാ ഫ്ലവേഴ്സും കൊഴിഞ്ഞു. ഇത് രണ്ടാം ട്രിപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളിതാ ഈ സംഭവം ഇതുപോലെ ബോൾ ഷേപ്പിലാക്കിയിട്ട് പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. പടർന്ന് വരുന്നുള്ളൂ, ഫുള്ളായിട്ടില്ല. നല്ല വെയിലുള്ള സമയം നോക്കിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഷെയ്ഡ് ഉള്ളത്. അപ്പോൾ ഒന്ന് ക്ഷമിക്കിട്ടാ, എല്ലാ വീഡിയോൻ്റെ ഉള്ളിലും ഞാൻ ഷെയ്ഡ് കാണുന്നുണ്ട്. ഇപ്പോഴാണ് നമുക്കിത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ഈ ഒരു ഏരിയ കണ്ടില്ല, ഇവിടെ നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റ്സ് ഇത് റൂബി റെഡാണ്. ഇതുപോലെയുള്ള ചെടികളാണ് നമ്മൾ സെയിലിനായിട്ട് കൊടുക്കുന്നത്. ഇത്ര ബുഷിയായിട്ടുള്ളതാണ്. എല്ലാം ഒരുപോലെ ആയിരിക്കില്ല, പലതും പല വ്യത്യസ്ത ഇതിലായിരിക്കും ഉണ്ടാവുക. ഈ ഒരു സൈസായിരിക്കും പക്ഷേ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഒരു ഇതൊക്കെ കൊഴിഞ്ഞിരിക്കുകയാണ്. ഇത്
ഇത് റൂബി റെഡ്, ഇത് സെയിലിനായിട്ട് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ വേണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കാം, ഒന്ന് വാട്സപ്പ് ചെയ്യുക. കോൾ ചെയ്താൽ എപ്പോഴും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് വാട്സപ്പ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഞാൻ കാറ്റലോഗ് അയച്ചു തരും, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് കിട്ടും. ഇത് ഫയർ ഓപ്പൽ ഓറഞ്ചാണ്, ഇത് തന്നെ നമുക്ക് ചില്ലി ഓറഞ്ചും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 ടൈപ്പിലാണ് ഓറഞ്ച് വരുന്നത്, രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ പെറ്റൽസ്. ഇത് ചില്ലി റെഡാണ് വരുന്നത്, നല്ല ഭംഗിയുള്ള കളറാണ്, മുളക് പഴുത്ത കളറാണ്, മുളകിൻ്റെ ഒരു കളറായിട്ടാണ് വരുന്നത്. ചില്ലി യെല്ലോ ആണ്, അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് നിറച്ചിട്ടുണ്ട്, കൊഴിയാനുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ശരിക്കുള്ള കളർ നല്ലൊരു ബ്രൈറ്റ് യെല്ലോ ആണ് കേട്ടോ. അത് ഈ ഒരു കളറായിട്ടാണ് ശരിക്കുള്ളൊരു കളർ വരുന്നത്, യെല്ലോ. ഇതാണ് പുതുതായിട്ട് വന്നിട്ടുള്ള നമ്മളുടെ ഫയർ ഓപ്പൽ റെഡ്, ഫ്ലെയിം റെഡ് എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഇഷ്ടികയുടെ ഒരു കളറാണ്. അപ്പോൾ ഈ പ്ലാന്റ്സ് കുറച്ച് കോസ്റ്റ്ലിയാണ്, എന്ന് വെച്ചാൽ ഡിമാൻഡുള്ള പ്ലാന്റ് ആയതുകൊണ്ടാണ്. പിന്നെ സൺറൈസ് ഇപ്പോൾ കുറച്ച് അവൈലബിലിറ്റി കുറവാണ്, ഒരു 1 വീക്കിനുള്ളിൽ നമുക്ക് പുതിയതായിട്ട് പ്ലാന്റ്സ് വരും കേട്ടോ. അപ്പോൾ കാറ്റ്സ് ക്ലോ ക്രീപ്പർ നമ്മൾ പടർത്തിയിട്ടുണ്ടായിരുന്നു, ഒരു നിങ്ങൾക്കറിയാം. അത് ആദ്യം കാർപോച്ചായിരുന്നു, ഇപ്പോൾ കാർപോച്ച് മാറ്റിയിട്ട് നമ്മളിവിടെ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ തവണ പെറ്റൂണിയായിരുന്നു, നാടൻ പെറ്റൂണിയും ഹൈബ്രിഡ് പെറ്റൂണിയും മിക്സ് ആയിട്ടാണ് നമ്മൾ വെച്ചിരുന്നത്. ആ വീഡിയോ ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്യാട്ടെ, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ പെറ്റൂണിയൊക്കെ നശിച്ചു പോയി, മഴ വന്നതിന് ശേഷം എല്ലാം നശിച്ചു പോയി. അപ്പോൾ ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് പോളി ഹൗസ് അഴിച്ചു പണിതല്ലോ. അപ്പോൾ ഇവിടെ അഗ്ലോണിമകളൊക്കെ ഇവിടെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തു. ഇവിടെ അത്യാവശ്യം നല്ല തണലുള്ള ഒരു ഏരിയയാണ്, അതുകൊണ്ട് അഗ്ലോണിമയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ ഞാൻ കുറേ വൈറ്റ് പോട്ടിൽ ഹാങ് ചെയ്തിട്ടുണ്ട്, അത് നല്ലൊരു ലുക്കാട്ടോ. അപ്പോൾ നമുക്ക് ദൂരെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഹാങ് ചെയ്ത പോട്ട്സ് ഇങ്ങനെ എയറിൽ നിൽക്കണ പോലെ തോന്നും, നല്ല ഭംഗിയാണ്. അപ്പോൾ ഇവിടെ അതാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കോളിയസ് അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതുപോലത്തുള്ള പാക്കറ്റ്സിലാണ് നമ്മൾ ഇങ്ങനെ അയച്ചു കൊടുക്കുന്നത് പ്ലാന്റ്സ്, അതായത് ഹൈബ്രിഡ് ബോഗൻവില്ല ഇതുപോലെ പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. ഇതുവരെ നമുക്ക് ഔട്ട് ഓഫ് കെയറിൽ നമ്മൾ അയച്ചു കൊടുത്തിരുന്നില്ല, കാരണം റിസ്ക് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ കുറച്ച് പേർക്ക് അയച്ചു കൊടുത്തപ്പോൾ ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഔട്ട് ഓഫ് കെയറിലെയും അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പ്ലാന്റ്സ്. ഇത് കഴിഞ്ഞ തവണ വിരിഞ്ഞ കാറ്റ്സ് ക്ലോ ക്രീപ്പറാണ്. ഇത്തവണ നമുക്ക് ആയി വരുന്നുള്ളൂ, ഒരു ഡിസംബർ ലാസ്റ്റോട് കൂടി ഇതുപോലെ വിരിയും. ഇത് കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോ ഞാനൊന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. ഇതായിരുന്നു ഇതിൻ്റെ ഷീറ്റിൻ്റെ മേലെ ഫുള്ളായിട്ട് ഉണ്ടാകുമ്പോഴത്തെ അവസ്ഥ. നല്ല ഭംഗിയാണ് കേട്ടോ, കിളികളും പണ്ടുകളും ഒക്കെ കൂടിയിട്ട് നല്ല സൗണ്ടൊക്കെ ആയിട്ട് നല്ല ലുക്കാണ് കാണാൻ. ദൂരെ നിന്നൊക്കെ കാണുന്നവർ പ്രത്യേകം നോക്കിപ്പോകും നമുക്ക്, ശരിക്കും അത്ര ഭംഗിയായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നില്ല പെറ്റൂണിയാണ് ഇവിടെ സെറ്റ് ചെയ്തിരുന്നത്, ഇതായിരുന്നു അന്നത്തെ അവസ്ഥ. ഇപ്പോൾ പെറ്റൂണിയ എല്ലാം നശിച്ചു പോയിട്ടാണ്, മഴ ആയതുകൊണ്ട്. നല്ല ലുക്കായിരുന്നു പെറ്റൂണിയ, ഹൈബ്രിഡും ഉണ്ടായിരുന്നു നാടനും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. അപ്പോൾ മഴയൊക്കെ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നശിച്ചു പോകും. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ആ വരവിലൊക്കെ ഇതെല്ലാം നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ അഗ്ലോണിയമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
ബോഗെയിൻവില്ല എന്ന് പറയുന്നത് എനിക്കൊരു വീക്ക്നെസ്സാണ്. പണ്ടേ തൊട്ടേ ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ് ബോഗെയിൻവില്ല. വല്ലാതെ കെയറിങ്ങും വേണ്ട, അതുപോലെ നന്നായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവും ചെയ്യും. അപ്പോൾ അത് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരിക്കും. കുറേ കാലങ്ങളായിട്ടുള്ള ചെടികളൊക്കെ ഉണ്ട് കേട്ടോ കയ്യിൽ. നമ്മൾ വീട് വെക്കുന്നേക്കാളും മുന്നേ ഞാൻ സെറ്റ് ചെയ്ത് തുടങ്ങിയിരുന്നു. ഇതൊന്നും ഇപ്പോൾ വിരിഞ്ഞതല്ല, കുറച്ച് മുന്നേ വിരിഞ്ഞതാണ്. പിന്നെ എല്ലാം കൊഴിഞ്ഞു പോയി. ഇനി രണ്ടാമത് വരണം. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ദയനീയമാണ്. ഒറ്റ ഫ്ലവേഴ്സ് ഇല്ലാതെയാണ് നമ്മൾ ഹാങ്ങിങ് പോട്ടൊക്കെ നിൽക്കുന്നത്. നന്നായി വരും. ഇനിയിപ്പോൾ മഴയൊക്കെ കഴിഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഇടയിലൊരു മഴ വന്നില്ല, അതാണ് പ്രശ്നം. പിന്നെ ഒരു ബാച്ച് കഴിഞ്ഞു കേട്ടോ ഫ്ലവേഴ്സ്. ഇനി രണ്ടാമത്തെ ബാച്ച് സ്റ്റാർട്ടിങ്ങിലാണ്. ഇത് പോളി ഹൗസ് ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു വീഡിയോ ഞാൻ ആദ്യം എടുത്തതാണ്. അപ്പോൾ ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്തെന്നുള്ളൂ. കാണാത്തവർ ഒരുപാട് ആൾക്കാരുണ്ടാവും, പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇട്ടതാട്ടാ. അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയിക്കോ, ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ. ബോറടിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ. ചിലർക്ക് ഇങ്ങനെ ബോറടിക്കും. പലരും പറയാറുണ്ട് നിങ്ങൾ ഗാർഡൻ കണ്ട ബോറടിക്കാറില്ല, എത്ര കണ്ടാലും മതിയാവില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ കണ്ടോട്ടാ. അപ്പം എൻ്റെ ഗാർഡൻ്റെ സെറ്റിങ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ പല നേരത്തും പല സെറ്റിങ്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടിയും ഇട്ടത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ല നിങ്ങൾ. ഇനിയിപ്പോൾ പോളി ഹൗസും കൂടിയും ഹട്ടും കൂടിയും വന്നു കഴിഞ്ഞാൽ നല്ല വേറൊരു ലുക്കായിരിക്കും നമ്മളെ ഗാർഡൻ.
ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നേരമായി, ഒരുപാട് നേരമായി. അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ നേരമായി. അപ്പം എല്ലാവർക്കും ഈ ടിപ്സൊക്കെ യൂസ്ഫുള്ളായി